ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ ഇന്ന് ഉറക്കമുണർന്ന് ഇരിക്കുന്നത് എന്താ പറയുക, ഒരു അതീവ രോമാഞ്ചത്തോടെയാണ്. കാരണം കൈവിട്ടു എന്ന് കരുതിയ ഒരു മത്സരം തിരിച്ചു പിടിച്ചു. കംബാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ നല്ല എനിക്ക് തോന്നുന്നത് വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഇതുപോലൊരു കംബാക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ക്ലബ് ഫുട്ബോളിൽ നമ്മൾ പല കംബാക്കുകളും കണ്ടിട്ടുണ്ട്. റയൽ ഫാൻസൊക്കെ പറയുമല്ലോ, ബെർണബ്യൂവിലെ 90 മിനിറ്റ്സ് നീണ്ട സമയമാണ് എന്നൊക്കെ പറയും. ക്ലബ് ഫുട്ബോളിൽ ഒരു പക്ഷേ ഇതുപോലുള്ള കംബാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ലോകകപ്പ് പോലെയുള്ള ഒരു ബിഗ് സ്റ്റേജിൽ 13 മിനിറ്റുകൾ കൊണ്ട് 3 ഗോളുകൾ തിരിച്ചടിക്കുക എന്ന് പറയുന്നത് തലമുറകൾ ഓർത്തുവെക്കുന്ന ഒരു കംബാക്കാണ്. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും പല രീതിയിൽ, അതായത് പല ലെയേഴ്സുള്ളൊരു മത്സരം നടന്നിട്ടില്ല. ഒരു വശത്ത് അർജന്റീനയുടെ ഒരു ഐതിഹാസികമായ കംബാക്ക് നിൽക്കുന്നു, മറുവശത്ത് റഫറിങ്ങിനെ കുറിച്ചുള്ള പരാതികളും ഈജിപ്തിൻ്റെ വിമർശനങ്ങളും നിലനിൽക്കുന്നു, മറ്റൊരു വശത്ത് ഒരുപാട് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സികളുണ്ട്. ഇങ്ങനെ പല ലെയറുള്ള ഒരു മത്സരമാണ് ഇന്നലെ കടന്നുപോയത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ മത്സരത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാമെന്നാണ് കരുതുന്നത്. സൈഫുക്കലിൽ തന്നെ തുടങ്ങാം. ഞാൻ പറയാം, ഇത് എങ്ങനെയാണ് ഈ മത്സരത്തെ വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. കാരണം 2 ഗോളിന് പിന്നിൽ നിന്നും അതിൽ തന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ലയണൽ മെസ്സിക്ക് ഒരു മിക്സഡ് മത്സരമാണ്. ആദ്യം ഒരു പെനാൽറ്റി പായാക്കുന്നു, ഒരുപാട് മിസ്പാസുകൾ അദ്ദേഹം ചെയ്യുന്നു, ഒരു വേള അദ്ദേഹം ടയേർഡാണെന്ന് തോന്നിച്ചു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മാജിക്കൽ മെസ്സിയെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പെല്ലായിരുന്നു അവസാനത്തെ 10 മിനിറ്റുകൾ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് സ്കലോണി അവസാന ഘട്ടത്തിൽ വരുത്തിയ ചില മാറ്റങ്ങളും മെസ്സിക്ക് തുണയായിട്ടുണ്ട്. ഇപ്പോൾ ചിലരുടെ വരവോടെ മെസ്സി കുറച്ചുകൂടി റൈറ്റ് വിങ്ങിലേക്കാണ് കളിച്ചത്. ആദ്യം അദ്ദേഹം സെൻട്രലിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ബോക്സിലേക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആ വിങ്ങിലേക്ക് മാറിയതോടെ മെസ്സി ഇടയ്ക്ക് അദ്ദേഹത്തിന് ചില ബീസ്റ്റ് മോഡുകളിലേക്ക് കണ്ടു. അതിൽ തന്നെ ചില വരവുകളൊക്കെ രോമാഞ്ചമായിരുന്നു, ഒരു വീഴുന്നൊരു വരവൊക്കെ ഉണ്ട്. അപ്പോൾ സൈഫുക്ക് എങ്ങനെയാണ് മത്സരത്തെ? തീർച്ചയായും നേരത്തെ സഫ്വാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ 98 മുതലാണ് തുടർച്ചയായി അർജന്റീനയുടെ കളി നിരന്തരം വാച്ച് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതും. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2006 മുതലുള്ള എല്ലാ കോപ്പയും ഞാൻ വിടാതെ കാണാറുണ്ട്. അത് 2004 കോപ്പ മുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ 2004 ഞാൻ ഏറ്റവും ആദ്യം കണ്ട കോപ്പയുടെ വിഷ്വൽസൊക്കെ വളരെ ഇപ്പോൾ അരീക്കോടെങ്ങാണ്ടൊക്കെ പോയിട്ട് ഞാൻ കണ്ട കോപ്പയൊക്കെ ഉണ്ട്, അരീക്കോട് YMAയുടെ ക്ലബിലൊക്കെ. അപ്പോൾ ആ ഒരു 98 മുതൽ നോക്കൂ 2026 വരെയുള്ള ഈ എൻ്റെ അനുഭവത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് അർജന്റീന നടത്തിയിട്ടില്ല. ഒരു ഗോൾ വഴങ്ങിയാൽ തന്നെ മെൻ്റലി മാനസികമായി തളർന്നു പോകുന്ന, ഇമോഷണലി ഡൗൺ ആകുന്ന ഒരു അർജന്റീനയല്ല നമ്മൾ കണ്ടത്. ആരൊക്കെ ടീമിലുണ്ടെങ്കിൽ കൂടിയും ഇനിയിപ്പോൾ പിന്നെ ഇവരുള്ള കാലത്താവട്ടെ, റിക്വൽമിയുള്ള കാലത്താവട്ടെ, പിന്നെ എല്ലാ റിക്വൽമിയുള്ള കാലത്താവട്ടെ, പിന്നീട് മെസ്സിയുള്ള കാലത്താവട്ടെ, ഒന്നും നമ്മൾ കണ്ടില്ല. മെസ്സി ആദ്യ കാലത്ത് കേട്ടോ ഒന്നും നമ്മളിങ്ങനെ ഒരു കംബാക്ക്, ഒരു തിരിച്ചുവരവും കണ്ടിട്ടില്ല. ഇത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇതിലും വലിയ കംബാക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫ്രാൻസ് അവർ വിജയിച്ചില്ല എങ്കിൽ കൂടിയും 13 മിനിറ്റിനുള്ളിൽ 3 ഗോൾ. അപ്പോൾ മെസ്സി ഇന്നലെ പെനാൾട്ടി മിസ്സാക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പഴയ ഓർമ്മകൾ വെച്ച് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമല്ലോ, അയ്യോ അപലക്ഷണമാണ്, ലക്ഷണക്കേടാണ്, തീർന്നു എന്നൊക്കെ നമ്മൾ വിധി എഴുതുമല്ലോ ആ സമയം. അങ്ങനെ പെനാൾട്ടി മിസ്സായതിന് ശേഷം 2 ഗോൾ വഴങ്ങുന്നു. പെനാൾട്ടി ഓൾറെഡി മിസ്സാകുന്നു, 2 ഗോൾ വഴങ്ങുന്നു, 79 മിനിറ്റ് ആകുന്നു. ഒരു തരത്തിലുള്ള പ്രതീക്ഷയില്ലല്ലോ. ആ സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ വന്നപ്പോൾ തെറി പറയുകയാണ് സ്കലോണി, എന്താണ് ഇവന്മാരെ ലൗട്ടാരെയാണ് ഇറക്കി വിട്ടത്, നിക്കോയെ ഇവന്മാർ എന്ത് കാണിക്കാനാണ്, ഇപ്പോൾ നിക്കോപാസ് ഏതായാലും എൻ്റെ മനസ്സിലുണ്ടായി ഏതായാലും തോക്കാൻ പോലെ നിക്കോപാസിനെയും ജൂലിയാനോ സിമിയോണിയൊക്കെ റൈറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അവന്മാർ എന്തെങ്കിലും ഇൻഡിവിജ്വൽ ബ്രില്യൻസോടെങ്കിലും ഗോൾ നേടില്ല. പക്ഷേ ആ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കറക്റ്റായിരുന്നു. ആ ലൗട്ടാര അവസാനം വന്ന് കാണിച്ചു കൂട്ടിയത് എന്താ. അപ്പോൾ ലൗട്ടാരോട് മാജിക്കൽ അസിസ്റ്റായിരുന്നു അത്. അങ്ങനെ അവസാനത്തെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കളിയിൽ ഡിഫൻഡേഴ്സ് ഈ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ഡിഫൻഡേഴ്സ് എത്രമാത്രം ക്രൂഷ്യലായിരുന്നു എന്നുള്ളത് ഇന്നലെ തെളിച്ചു. പ്രത്യേകിച്ച് ഇന്നലെ റൊമേറോയുടെ ആ ഫസ്റ്റ് ഗോൾ വന്നതിന് ശേഷം അയാൾ കൊടുത്ത ഒരു ഇമോഷണൽ ധൈര്യം, ആത്മവിശ്വാസം, ആഘോഷം, സെലിബ്രേഷനൊന്നുമില്ല, അടുത്ത് നേടണം എന്നുള്ള ഒരു സാധനം വരും, ഒരു ത്വര ഉള്ളിൽ നിന്ന് വരല്ലേ, വരുന്നു 2ാമത്തെ ഗോൾ. അതും മെസ്സി ഇന്നലെ ഒരുപാട് ആളുകൾ വിലയിരുത്തിയ ലയണൽ സ്കലോണിയുടെ സെലിബ്രേഷൻ മോഡ്. അയാൾ എത്ര വലിയ വിജയം ഉണ്ടായിക്കഴിഞ്ഞാലും അയാളൊരു പ്രത്യേകതരം മാനേഴ്സ് ആണല്ലോ, പുള്ളി ആഘോഷിക്കില്ലല്ലോ, പോവുക ഒരു മറ്റേ കുപ്പിയിൽ നിന്ന് ഇച്ചിരി വെള്ളം എടുക്കുക കുടിക്കുക പുള്ളി. പക്ഷേ ഇന്നലെ മെസ്സിയുടെ ഗോൾ വന്നപ്പം ആദ്യമായി അയാൾ അങ്ങനെ അറിഞ്ഞ് ആഘോഷിക്കുന്നത് കണ്ടു. അതിൻ്റെ കാര്യം എന്താ പറയുക, ലയണൽ മെസ്സി ഗോളടിച്ചു എന്നുള്ളതാണ്. മെസ്സി
പെനാൾട്ടി മിസ്സാക്കി മൊത്തം ടീമാകെ ബെഞ്ചും സ്റ്റാഫും ഒക്കെ ഇമോഷണലി തളർന്ന് നിൽക്കുമ്പോൾ മെസ്സിയുടെ കമ്പാക്ക് കൂടിയാണ്. ടീമിൻ്റെ കമ്പാക്കിനപ്പുറത്തേക്ക് മെസ്സിയുടെ കമ്പാക്ക് കൂടിയാണ്. മെസ്സിയുടെ കമ്പാക്ക് സംഭവിച്ചാൽ പിന്നെ ടീമിൻ്റെ കമ്പാക്ക് മൊത്തത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എല്ലാവരും പിന്നെ എനിക്ക് തോന്നിയത്, പിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇത് ഹാഫ് ടൈമിൽ ഇഞ്ചുറി ടൈം എക്സ്ട്രാ ടൈമിൽ കളി തീരും എന്നുള്ളതാണ്. പക്ഷേ ആ ഫുൾ ടൈമിൽ കളി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അവസാനത്തെ ഗോള് ഒരു രക്ഷയില്ലാത്ത ഒരു അസിസ്റ്റായിരുന്നു. അത് കൂൾ ഫിനിഷിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു എലൈറ്റ് ടീമിനെതിരെ, ഒരു മേജർ ടീമിനെതിരെ താരതമ്യേന അശക്തരായ ഇപ്പോൾ ഈജിപ്തിനെ പോലെയുള്ള ടീം വരുമ്പോൾ നല്ല ടൈറ്റ് ഡിഫൻസ് കളിക്കും, കൗണ്ടർ അറ്റാക്കിന് വേണ്ടി ശ്രമിക്കും. ആ സ്ട്രാറ്റജി പരമാവധി അവർ ചെയ്തു. അതിൻ്റെ ഏറ്റവും അതിന് ഏതൊക്കെ രീതിയിൽ പോകാൻ കഴിയും അത് മാക്സിമം നോക്കി. പക്ഷേ ഒരു ഗോൾ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ അവരും അറ്റാക്കിങ്ങിന് നിൽക്കുമെന്ന് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അറ്റാക്കിന് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തും പിന്നെ കൗണ്ടർ അറ്റാക്ക് വരും. കൗണ്ടർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കുറേ കൂടി അതിനകത്ത് പിന്നെ ഒരു ഗോൾ അടിക്കാൻ കഴിയാറില്ല. ഇവരുടെ ഒരു ഇൻഎക്സ്പീരിയൻസ് കൂടി ഉണ്ട്. കാരണം ഈ ആഫ്രിക്കൻ ടീമുകൾ സ്ഥിരം മത്സരം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗോൾ അടിച്ചോ പറഞ്ഞിരുന്നു. ലാസ്റ്റ് 80 മിനിറ്റിന് ശേഷം ഇവർ കൊണ്ട് കളയുന്നുള്ളൂ. കാരണം സെനഗലാവട്ടെ, പല ഐവറി കോസ്റ്റ് ആവട്ടെ, പല ടീമുകളും ഈ ആഫ്രിക്കൻ ടീമുകൾ ഈ ലോകകപ്പിൽ മൊത്തമായിട്ട് കാണിക്കുന്നുണ്ട്. 75 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവന്മാർക്ക് ഒരു കാറ്റുവീഴ്ച വരുന്നുണ്ട്. ഇവർ കുറച്ചുകൂടി ഹൈലി ഇമോഷണൽ ആയിട്ടാണ് കളിക്കുന്നത്. പ്രൊഫഷണൽ അപ്പോൾ ഇമോഷണലാണ്. ഇവർ എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് തന്നെ ഇവരുടെ മുഖം കണ്ടാൽ അറിയാം, യോ എന്തൊക്കെയാണ് 90 മിനിറ്റ്. മറ്റെന്താ പറയുക, എലൈറ്റ് ടീമിലെ പ്ലെയേഴ്സ് ഈ യൂറോപ്യൻ ഫുട്ബോളിൽ ഇതിലും വലിയ ടൈറ്റ് മാച്ചുകൾ കഴിഞ്ഞ് വരുന്നവരായി. ഇത്രയും ത്രില്ലിങ് മൊമെന്റ്സ് ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് വരുന്ന പ്ലെയേഴ്സ് ആയതുകൊണ്ട് അവർക്ക് കുറേ കൂടി ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റും. ഇവിടെ അത് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റിയില്ല. ഈജിപ്ത് ഗംഭീരമായി കളിച്ചു. ഇതിനപ്പുറത്തേക്ക് ഒരു പെർഫോമൻസ് മുഹമ്മദ് സലാഹും ടീമിനും നടത്താനില്ല. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ജയിച്ചു, പക്ഷേ എങ്കിൽ കൂടിയും ഒരുപാട് ദൗർബല്യങ്ങളും പോരായ്മകളും തുറന്നിട്ടൊരു മത്സരം കൂടിയായിരുന്നു ഇന്നലെ. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളും സമ്മർദ്ദമില്ല, പ്രഷറില്ലാതെയാണ് കാണുന്നതെന്നൊക്കെ പറയുമെങ്കിൽ കൂടി കഴിഞ്ഞ 2 മത്സരങ്ങളും അർജൻറ്റീന ആരാധകർ അങ്ങേയറ്റം പ്രഷറോട് കൂടിയാണ് കണ്ടത്. അപ്പോൾ ആ ഒരു പ്രഷറോട് കൂടി ഈ ഒരു കാര്യമുണ്ട്, ഡിഫൻസ് പൊട്ടുന്നുണ്ട്, ഗോൾ വഴങ്ങുന്നുണ്ട്, പക്ഷേ ഗോൾ അടിച്ച് ജയിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 2 കേപ്പവർദ്ധയ്ക്കെതിരെ ഇതായാലും ഗോൾ വഴങ്ങിയാലും ഡിഫൻസ് തളർന്നാലും ഗോൾ അടിച്ച് ജയിക്കാൻ കഴിയുന്നുണ്ട്. അതിലിപ്പോൾ മെസ്സി മാത്രമേ ഗോൾ അടിക്കുന്നുള്ളൂ എന്നുള്ളൊരു പരിദേവന ഉണ്ട്. പിന്നെ ഡിഫൻഡേഴ്സാണ് അടിക്കുന്നത്. ഇന്നലെ മാത്രം എൻസോഡ് ഒരു ഗോൾ വന്ന്, ഒരു മിഡ്ഫീൽഡർ ഗോൾ വന്ന് ഇന്നലെയാണ് ലോസെൽസോ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ മെസ്സി ആയാലും ആരായാലും ഗോൾ അടിച്ച് ജയിക്കാൻ കഴിയുന്നുണ്ട് എന്ന ഒരു പ്ലസ് പോയിൻ്റ് അവിടെ നിൽക്കുമ്പോഴും ഒരുപാട് ദൗർബല്യങ്ങൾ, വീക്ക് പോയിൻറ്റ്സ് തുറന്നിട്ടൊരു മത്സരം കൂടിയാണ്. സ്വിറ്റ്സർലൻഡിനെതിരെ ഈ മാച്ച് മതിയാവില്ല, ഈ പെർഫോമൻസ് മതിയാവില്ല. നൂറ, നമ്മൾ ഈ ലാസ്റ്റത്തെ 13 മിനിറ്റിൽ തന്നെ തുടങ്ങാം. കാരണം ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് അർജൻറ്റീനയുടെ ഒരു മാജിക്കൽ കംബാക്ക് എന്ന് പറയാം. 2 ഈജിപ്ത് ആ ടൈമായപ്പോഴേക്കും വീക്കായിരുന്നു. അവരുടെ ഇൻഎക്സ്പീരിയൻസ് ഉണ്ട്, സ്കലോണി വരുത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ലാസ്റ്റ് 13 മിനിറ്റിൽ മത്സരം തിരിഞ്ഞതെന്ന് ചോദിച്ചാൽ നൂറയുടെ ഉത്തരം എന്തായിരിക്കും? ഇത് തിരിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഫുട്ബോളിൽ ഞാൻ വിശ്വസിക്കുന്നത് എത്ര ടാക്ടിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലും വേൾഡ് കപ്പ് എന്നുള്ളൊരു മാച്ച് വരുമ്പം അത് ആ മൂമെൻറ്റിൽ സംഭവിക്കുന്നൊരു സംഭവമാണ്. അതിൽ ഒബ്വിയസ്ലി ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് അർജൻറ്റീനിയൻ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയാണ്. അതായത് 2 ഗോൾ അവർ വഴങ്ങിയിട്ടുണ്ട്, ബട്ട് ദേ ഹാവ് ടു കം ബാക്ക് എന്നുള്ള ആ ഒരു സംഭവം. അതിലെടുത്ത് പറയേണ്ട റോള് അത് ഒബ്വിയസ്ലി മെസ്സിൻ്റെ തന്നെയാണ്. നമ്മൾ മെസ്സി പെനാൾട്ടി അടിച്ചില്ല, ഇപ്പോൾ സേഫൊക്കെ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മെസ്സി പെനാൾട്ടി അടിച്ചില്ല അവലക്ഷണം എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ എപ്പോഴും ഓർമ്മിക്കാൻ ഈ വേൾഡ് കപ്പത്തെ ഓസ്ട്രേലിയൻ്റെ അഗെയിൻസ്റ്റുള്ള മാച്ചാണ് ആഗ്രഹിക്കുന്നത്. കാരണം അതിലും മെസ്സി പെനാൾട്ടി സ്കോർ ചെയ്യുന്നില്ല, അത് മിസ് ചെയ്ത് കളയാണ്. അതിന് ശേഷമാണ് നമ്മൾ മെസ്സിയുടെ 2 ഗോളുകളുണ്ട്. അത് അവസാനത്തെ ഗോൾ എന്നൊക്കെ പറയുന്ന ബ്രില്യൻ ഗോള്. അതായത് ഈ പ്രായത്തിൽ മെസ്സിക്ക് അത് ടീമിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ ഇൻസിഡൻറ്റ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മൾ വിചാരിച്ചു മെസ്സി ഒന്ന് വീക്കായി പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് മൂമെൻ്റ് ആയപ്പോഴത്തേക്ക് ഒരു സെൻട്രൽ ഏരിയയിൽ നിന്ന് മെസ്സി ഡ്രിബിൾ ചെയ്യുന്നൊരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി അതും കഴിഞ്ഞ് ഇപ്പോൾ ക്രിസ്ത്യൻ റൊമേറോക്ക് അസിസ്റ്റ് കൊടുത്തത് മെസ്സിയാണ്. അതിനുശേഷം ഈ ഒരു ഗോള് മെസ്സി മോണ്ടെയിൽ അസിസ്റ്റ് കൊടുത്ത ആ ഗോള് അത് മെസ്സി ക്രിയേറ്റ് ചെയ്തൊരു ബോളിൽ നിന്ന് തന്നെയാണ് മെസ്സിൻ്റെ ഒരു ബുള്ളറ്റ്
ഡയറക്റ്റ് ഷോട്ട് വരുന്നത്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാം. ബട്ട് വാട്ട് മെസ്സി ഡിഡ് ഇൻ യെസ്റ്റർഡേസ് മാച്ച് അതൊരിക്കലും റീപ്ലേസബിൾ അല്ല. അത് തന്നെയാണ് അർജൻറ്റീന ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഈ മെസ്സി എന്നുള്ളൊരു വികാരം വെച്ചിട്ടാണ് ബാക്കി 10 പ്ലേയേഴ്സും ഫീൽഡിൽ കളിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു തേർഡ് ഗോൾ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ടഫ് ടാസ്ക് അല്ലായിരുന്നു. സോ ദാറ്റ് ഈസ് ഹൗ ഐ ബിലീവ്. അങ്ങനെയാണ്, അതായത് മൊത്തത്തിൽ ഒരു മെൻറ്റാലിറ്റിയാണ് പിന്നീട് മൊത്തം ആ ഗെയിമിനെ ഈജിപ്ത് ഒരു പക്ഷേ പരാജയപ്പെടാൻ കാരണം, അർജൻറ്റീന വിജയിക്കാൻ കാരണം മൊത്തത്തിൽ ആ ഒരു മെൻറ്റാലിറ്റിയുടെ ആ ഒരു സ്പൈക്ക് തന്നെയാണ്. എന്ന് മാത്രമല്ല, മെസ്സി ഇന്നലെ കരഞ്ഞു മത്സരത്തിന് ശേഷം. എനിക്ക് തോന്നുന്നു ഈ ടൂർണമെൻറ്റിൽ വേറൊരു മത്സരത്തിൽ അന്ന് അച്ഛൻ്റെ എന്തോ ഒരു കേസിലായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു. പക്ഷേ ഇത് പുള്ളി കരഞ്ഞു എന്ന് വെച്ചാൽ പെനാൽറ്റി മിസ്സായതിൻ്റെ വേദനയാണ് പുള്ളിക്കുണ്ടായിരുന്നത്. ഇന്നലെ ഒരുപാട് മിസ് പാസ് വന്നു. ഇടയിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസും ഡ്രിബ്ലിങ്സും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് മിസ് പാസ് വന്നു. അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് എളുപ്പത്തിൽ ഈജിപ്ഷ്യൻ ഡിഫൻഡേഴ്സ് പന്ത് റാഞ്ചി കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെയൊക്കെ അപലക്ഷണങ്ങൾ ഇങ്ങനെ കണക്ഷൻ വരികയാണ്. മെസ്സിക്ക് ഇങ്ങനെ പാളുന്നു. പിന്നെ അയാളുടെ ഒരു കംബാക്ക് എന്ന് വെച്ചാൽ ഈ 39 വയസ്സായില്ലേ, നമ്മൾ ഈ പഴയ പോലെയുള്ള ഒരു സ്പീഡൊന്നും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കരുതല്ലോ. പക്ഷേ അയാൾ വീണ്ടും വിസ്മയപ്പെടുത്തുക എന്ന് വെച്ചാൽ വീണ് പോകുന്നിടത്ത് നിന്നും ഉയർന്ന് എണീക്കാൻ ഇപ്പോഴും അയാൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് അർജൻറ്റീനിയൻ ടീമിന് ഒരുപാട് ദൗർബല്യങ്ങൾ തുറന്ന് കാണിക്കപ്പെടുമ്പോഴും മെസ്സി എന്നുള്ള ഒരു ഫാക്ടർ കുറെ കൂടി ധൈര്യം കൊടുക്കും. ഒരു ആത്മീയ അനുഭൂതിയിലാണ് അർജന്റീനക്കാരെന്നുള്ള മത്സരശേഷം മെസ്സിയെ പൊക്കുന്നു. സ്കലോണി വാർത്താ സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഇന്നലെ വാക്ക് കിട്ടാതെ നിന്നു. നമ്മളിതിലെ ഈജിപ്തിൻ്റെ പെർഫോമൻസ് കൂടി ഒന്ന് പറയേണ്ടതാണ്. കാരണം സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ പെർഫോമൻസാണ്. പ്രത്യേകിച്ചും അവരുടെ ഗോൾ കീപ്പർ അദ്ദേഹത്തിന് ആവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഷൊബേർ എന്ന് പറയുന്ന ഗോൾ കീപ്പറാണ്. അദ്ദേഹം സത്യത്തിൽ ഇവരുടെ നമ്പർ 1 ഗോൾ കീപ്പർ അല്ലായിരുന്നു. മറ്റൊരു ഗോൾ കീപ്പറെ മറികടന്നിട്ട് ഈജിപ്തിലെ ക്ലബ് സീസൺ കൊടുക്കുകയാണ് ഇദ്ദേഹം മികച്ച പെർഫോമൻസ് നടത്തുന്നത്. അദ്ദേഹം പെനൽറ്റി തടുക്കുന്നു. പെനൽറ്റിയിൽ മെസ്സിയുടെ എന്താ പറയുക, ഓൾറെഡി വേൾഡ് കപ്പിൽ ഒരു വേസ്റ്റ് റെക്കോർഡാണ്. 8 പെനൽറ്റി കിട്ടിയതിൽ 4 സ്കോർ, 4 പുറത്തേക്ക് എന്നുള്ള വേസ്റ്റ് റെക്കോർഡുണ്ട്. തോന്നുന്നത് മെസ്സിയുടെ കുറേ ടാക്ടിക്കൽ അനാലിസിസ് വരുന്നുണ്ട് മെസ്സിയുടെ കിക്കിനെ കുറിച്ചൊക്കെ. മെസ്സി കിക്ക് എടുക്കുന്ന ഗോൾ കീപ്പർക്ക് പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നു, അത് ഏത് സൈഡിലേക്ക് വരുന്നു എന്നുള്ള ഇതുണ്ട്. ഇന്നലെയൊന്നും ലയണൽ മെസ്സി ഗോൾ കീപ്പറെ നോക്കുന്നതേ കണ്ടില്ല നമ്മൾ വിഷ്വൽസിൽ. നോക്കിയത് പോലുമില്ല. പക്ഷേ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലേ. അതെ. അതുപോലെ ഈ ഗോൾ കീപ്പർ സത്യത്തിൽ ഈജിപ്തിൻ്റെ തന്നെ ഒരു ലെജൻഡറി ഗോൾ കീപ്പറുടെ മകനാണ്. നമ്മളതേക്കുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. 90 വേൾഡ് കപ്പിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗോൾ കീപ്പറാണ്. നമ്മൾ ഈ ഫുട്ബോളിൽ ബാക്ക് പാസ് റൂൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ബാക്കിലേക്ക് ഒരു പരിധിയിലപ്പുറം ഗോളിക്ക് പാസ് കൊടുത്താൽ പിന്നെ അത് ഫൗളാണ്. മുൻകാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ടൈം വേസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബാക്ക് പാസുകൾ അന്നത്തെ ഫുട്ബോളിൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് കുപ്രസിദ്ധി ആർജിച്ച ഒരാളുടെ മകനാണ് ഈ ഗോൾ കീപ്പർ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം പെനാൽറ്റി മാത്രമല്ല വേറെയും ഒരുപാട് സേവുകൾ ഉണ്ടായിരുന്നു. ഒരു ഹെഡർ സേവ് ഉണ്ടായിരുന്നതും ഒരുപാടുണ്ടായിരുന്നു. പിന്നെ മെസ്സി പറഞ്ഞ പോലെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ഡിമ്മായിട്ടാണ് കളിച്ചു നമ്മൾ പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ചില ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ്, അത് പവർഫുൾ അല്ല, പക്ഷെ അത് തിരിഞ്ഞു വന്ന് ഒരു ക്രോസ് ബാറിന് ഇടിക്കുന്ന നമ്മൾ കണ്ടു. പിന്നെ അതല്ലാതെ ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് എന്താ പറയുക പ്ലേയേഴ്സിനെ നമ്മൾ ഇന്നലെ നോട്ട് ചെയ്തു. ചില 1 ടച്ച് പാസുകളിലൂടെ അവർ കയറുന്നത് എന്താ പറയുക അതിമനോഹരമായിരുന്നു. സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി. ഞാൻ സത്യത്തിൽ ഈജിപ്ത് ഇങ്ങനെ കളിക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ട്. സീക്കോയുടെ ഫിനിഷ് ഉണ്ടായിരുന്നു, സലാഹിൻ്റെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹസൻ എന്ന് പറയുന്ന പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു പ്ലെയർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ അദ്ദേഹം സത്യത്തിൽ ഫ്രാൻസിൽ ജനിച്ച ആളാണ്. ഫ്രാൻസിൻ്റെ അണ്ടർ 18 ടീമിൽ കളിച്ച ആളാണ്. അപ്പോൾ ഈ ഫ്രാൻസ് ഇങ്ങനെ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ലോക ഫുട്ബോളിന്. ഫ്രാൻസിൽ ഓഫ് കോഴ്സ് ആഫ്രിക്ക വംശജരുള്ളപ്പോൾ തന്നെ ഫ്രാൻസിൽ ജനിച്ച് ഫ്രാൻസ് ലോകത്തിലേക്ക് സംഭാവന ചെയ്ത ഒരുപാട് പ്ലേയേഴ്സ് ഇതുപോലെയുള്ള മികച്ച മത്സരങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നൂറൊക്കെ എന്താണ് ഈജിപ്തിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് തോന്നുന്നത്? അവരുടെ ഫസ്റ്റ് ഹാഫ് കമ്പാരിസൺ, അതുപോലെ ലാസ്റ്റ് അവർക്ക് സംഭവിച്ചൊരു ഡിപ്പ്, അതിനൊക്കെ ഒരു കാരണമായിട്ട് എന്താണ് തോന്നുന്നത്? അതായത് ഇപ്പോൾ ഈജിപ്തിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഈ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സിറ്റ് ബാക്ക് ചെയ്ത് കളിക്കുന്ന ഈജിപ്തിനെയാണ്. പക്ഷേ അതിനോട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈജിപ്ത് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മെസ്സി ഒരുപാട് മിസ് പാസസ് നടത്തുന്നുണ്ട്. മെസ്സിക്ക് ആ വേണ്ടത്ര ഇൻഡിവിജ്വൽ ബ്രില്യൻസോ അല്ലെങ്കിൽ ആ ഒരു ഡ്രിബ്ലിങ്ങോ ഒന്നും മാച്ചിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈജിപ്ത് അവിടെ ശ്രമിച്ചിട്ടുള്ളത് മെസ്സിയുടെ അടുത്തേക്ക് ബോൾ വരുമ്പോൾ മെസ്സിന് എന്തായാലും മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ സെൻട്രൽ ഏരിയയിൽ എവിടെയാണോ മെസ്സിക്ക് ബോൾ കിട്ടുന്നത് അത് മാക്സിമം ഒഴിവാക്കുക. ആൻഡ് മാക്സിമം മെസ്സിയെ ഔട്ട്സൈഡ്, അതായത് ടച്ച് ലൈനിലോട്ട് ഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ മെസ്സിയെ ഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈജിപ്ത് അവിടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ശ്രദ്ധിച്ചാൽ അറിയാം, മെസ്സിക്ക് എപ്പോഴാണോ ആ ഒരു പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തുനിന്ന് ഒരു സോൺ 14 ആ ഒരു ഏരിയയിൽ നിന്ന് ബോൾ കിട്ടുന്നത്, അവിടെ ആക്ച്വലി ബാക്കി എല്ലാ പ്ലേയേഴ്സിനെയും, അർജൻറ്റീനയുടെ ബാക്കി എല്ലാ പ്ലേയേഴ്സിനെയും വിട്ടിട്ട് ഈജിപ്തിൻ്റെ എല്ലാ പ്ലേയേഴ്സും അവിടെ ക്രൗഡ് ചെയ്ത് മെസ്സി എന്നുള്ള പ്ലെയറിനെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ തരത്തിൽ ഈജിപ്ത് മെസ്സിയെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. and അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റ് ബാക്ക് ചെയ്ത് അവർ കളിച്ചില്ല. നമ്മൾ ഒരു പക്ഷേ അവർ ലോ ബ്ലോക്ക്
കളിച്ച് മാക്സിമം കിട്ടുന്ന ചാൻസ് മാത്രം ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തിട്ട് ഉപയോഗിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ ഒരു ഡിഫറെൻറ്റ് ഈജിപ്തിനെയാണ് നമ്മൾ കണ്ടത്. കാരണം മേ ബി അവർക്കറിയാം കാപ്പ് വെർഡിനെതിരെയുള്ളൊക്കെ മാച്ച് പഠിച്ചിട്ടാവില്ല ഇവർ വരുന്നത്. അപ്പോൾ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത്, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവമാണ്, ഗാർഷ്യ സാൻജോ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മുൻ അസിസ്റ്റൻറ്റ് കോച്ച് പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അതായത് സലാ എന്നുള്ള ആ ഒരു പ്ലെയറിൻ്റെ ബ്രില്യൻസിൽ മാത്രം ഈജിപ്തിൻ്റെ ബാക്കി എല്ലാ പ്ലേയേഴ്സിനെയും ഷാഡോ ചെയ്യരുത്. ബാക്കി എല്ലാ പ്ലേയേഴ്സും അതിനോടൊത്ത് കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. ഒമർ മർമോഷ് ബെഞ്ചിലാണ്. അറിയുന്ന ഒരു പ്ലെയർ ഒമർ മർമോഷാണ്. അതാണ് ആക്ച്വലി നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചൊരു സംഭവം അതാണ്. ഇനി അത് മാത്രമല്ല, ആ ഡിസലവ് ചെയ്തൊരു ഗോൾ ഉണ്ടല്ലോ, അതിൽ ഡിസലവ് ചെയ്തുള്ള ശരി, പക്ഷെ അഷർ എന്ന് പറയുന്ന പ്ലെയർ നടത്തിയ റൺ എന്താണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള റണ്ണാണ്. അപ്പോൾ ആ തരത്തിലുള്ള കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ഫൈനലില് ഫ്രാൻസിനെതിരെ അർജന്റീന അൽവാരസ് സെയിം ഗോളായിട്ട്. അതെ, അപ്പോൾ ഈജിപ്ത് എന്തുകൊണ്ട് നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലാണ്. കാരണം അവർ 3 സമനില ഒക്കെ ഇതാക്കിയിട്ടാണ് അവർ ഈ ഒരു ഘട്ടം വരെ എത്തിയത്. അപ്പോൾ അർജന്റീന പോലത്തെ ഒരു ടീമിനെതിരെ അവരൊട്ടും ഫിയർ ഇല്ലാതെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് ആബ്സല്യൂട്ട്ലി ദാറ്റ്സ് എ ബ്രില്യൻറ്റ് തിങ്. പക്ഷേ സത്യത്തിൽ ഈ കൗണ്ടർ വരുമ്പോൾ തന്നെയാണല്ലോ അർജന്റീന പതർന്നത്. നൂർക്ക് എന്താണെന്ന് തോന്നുന്നത്, കൗണ്ടർ അറ്റാക്കിലാണ് കൂടുതൽ ഇവർ പതർന്നത്. ഇന്നലത്തെ ഒരു ഗോൾ ഡിസലോ ചെയ്ത ഗോളുണ്ട്, പിന്നെ രണ്ടാമത്തെ അടിച്ച ഗോളൊക്കെ കൗണ്ടറിൽ തന്നെയല്ലേ അർജന്റീന പതർന്നത്. കൗണ്ടർ അറ്റാക്കിൽ അവിടെയാണ് നമ്മൾ ഡിഫൻഡേഴ്സിന്റെ വീക്ക്നെസ് എന്നുള്ള സംഭവം പറയുന്നത്. ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമേറും, ഇവർക്ക് ആ ഒരു ഡിഫൻസ്, കാരണം ഒബ്വിയസ്ലി ഇവർ ഈ നമ്പേഴ്സ് ഫോർവേഡിലോട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ കൗണ്ടർ അറ്റാക്ക് വരുമ്പം എന്തുകൊണ്ടും ആ ഒരു ഡിഫൻസ് എക്സ്പോസ്ഡ് ആയി പോവും. അതിൽ പിന്നെ പറഞ്ഞ പോലെ അറ്റാക്കിങ്ങിൽ ഗോൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ മിസ്റ്റേക്സ് കഴിഞ്ഞ മാച്ചിൽ ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ ലിസാൻഡ്രോ മാർട്ടിനസ് തന്നെയാണ് അസിസ്റ്റ് കൊടുത്തതും ഗോൾ സ്കോർ ചെയ്തതും. ഈ മാച്ചിൽ നമ്മൾ ക്രിസ്ത്യൻ റൊമേറോ ലിസാൻഡ്രോ മാർട്ടിനസിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ മെസ്സി കൊടുത്ത അസിസ്റ്റിൽ നിന്ന് സ്കോർ ചെയ്തത് ആരാണ്? അത് ക്രിസ്ത്യൻ റൊമേറോ ആണ്. അപ്പോൾ ഈ രീതിയിൽ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫൻസിൻ്റെ, കാരണം എല്ലാം ഒരു ടൈമിൽ ഒരു കോച്ച് ഒരു ടാക്ടിക്സോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയോ മുമ്പിലോട്ട് വെക്കുമ്പോൾ എല്ലാ സൈഡും ഒബ്വിയസ്ലി ഈക്വലി ബാലൻസ് ചെയ്യൽ ഒരു പരിധിവരെ പോസിബിൾ അല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം അതിലുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സംഭവം അവരുടെ മെൻറ്റാലിറ്റി വെച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ അറ്റാക്കിങ് വെച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ മിഡ്ഫീൽഡേഴ്സിന് എടുത്ത് പറയണം, എൻസോ ഫെർണാണ്ടസ്, ഡിപോൾ, മെക്കാലിസ്റ്റർ, ഇങ്ങനത്തെ ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു സംഭവം കോമ്പൻസേറ്റഡ് ആണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ചിലപ്പോൾ ആവണമെന്നില്ല, ഇറ്റ്സ് എ ഫാക്ട്. ബട്ട് ഇന്നലത്തെ കളിയിൽ അത് വർക്കായി അർജന്റീന ഒരു ഗംഭീര കംബാക്ക് നടത്തിയെന്ന് തന്നെ പറയാം. ഡിപ്പോള് മങ്ങി ഇന്നലെ, പക്ഷേ വലിച്ചും ചെയ്തല്ലോ. പാരഡൈസ് വന്നു. പാരഡൈസിന്റെ വരവും പാരഡൈസിന്റെ സാന്നിധ്യം, ആ ടാക്കിള് മുഹമ്മദ് സലായുടെ 90 മിനിറ്റിന് ശേഷം നമ്മൾ പറയാൻ വിട്ടുപോയത്, അത് ഗംഭീരമായ ഒരു ടാക്കിൾ. അതാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. അത് വല്ലാത്ത ഒരു ക്ലിയറൻസ്. മെസ്സി കഴിഞ്ഞാൽ ആരാധകർ ഏറ്റവും പറയുന്നത് പാരഡൈസിനെയാണ്. ശരിക്കും പാരഡൈസ് ഈ സ്കലോണിയുടെ ഒരു മെയിൻ ആയുധമാണ്. അതേ ഫസ്റ്റ് ലെവലിൽ ഇല്ലാതെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക, അയാൾ 2022 മെക്സിക്കോക്കെതിരായ മത്സരത്തിൻ്റെ ഫസ്റ്റ് ലെവൽ ഉണ്ടായിരുന്നില്ല. മെക്സിക്കോക്കെതിരെ ഫസ്റ്റ് ലെവൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കണുണ്ടോ? എനിക്ക് കൃത്യമായി എന്നാ മനസ്സിലാക്കും. പിന്നെ ആ വിന്നിങ് ടീമിനെ തന്നെ പുള്ളി പിന്നെ ഒരു കുറെ കൂടി ഒരു ഭാഗ്യത്തിൻ്റെയും ഒക്കെ ഒരു തോട്ടിൻ്റെ മെന്റാലിറ്റി ഉണ്ടാവല്ലോ. നോക്കൗട്ട് മത്സരങ്ങൾ ടീമിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാണല്ലോ ചെയ്തത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഫൈനലിലടക്കം ഫസ്റ്റ് ലെവലിൽ വരേണ്ട ആളാണ് പാരഡൈസ്. അപ്പോൾ പാരഡൈസ് ശരിക്കും ഒരു പോരാളിയാണ്. ഇത് നമ്മൾ മഷറാനോയൊക്കെ പോലെയുള്ള ഒരു പോരാളിയാണ്. അയാൾ എന്ത് ജീവൻ കൊടുത്തും. ഇപ്പം നെതർലാൻഡ്സിനെതിരെ മത്സരം നമുക്ക് ഓർമ്മയില്ലേ? അതെ, 2014 ഞാൻ മരിച്ചു മഷറാനോയുടെ ഒരു ടാക്കിൾ. മഷറാനോയുടെ ടാക്കിൾ ഓക്കെ, ഹോളണ്ടിനെതിരെയുള്ള സെമിയിൽ ഹോളണ്ടിനെതിരെയുള്ള ടാക്കിൾ. അതിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നെതർലാൻഡ്സിനെതിരെ പാരഡൈസ് പോലെ നിറഞ്ഞു കളിച്ച പ്ലെയറാണ്. അപ്പോൾ ഇന്നലെ അയാളുടെ ഒരു തിരിച്ചുവരവ് കുറെ കൂടി. പിന്നെ നമ്മൾ പറയേണ്ട ഒരാൾ എമിലിയാനോ മാർട്ടിനസ്. എന്താണ് എമിലിയാനോ മാർട്ടിനസിന് സംഭവിക്കുക? ഇന്നലെ ഇപ്പോൾ ഈജിപ്തിൻ്റെ ഫസ്റ്റ് ഗോൾ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോലും അയാൾ നിന്നില്ലല്ലോ. ഇപ്പോൾ സെയിം ഗോളായിരുന്നു റൊമേറോ ഇന്നലെ അടിച്ച ഗോൾ. ഏറെക്കുറെ സമാനമായ ആംഗിളിൽ നിന്ന് സമാനമായ ഹെഡർ അല്ലേ? പക്ഷെ അത് അയാൾ അറ്റംപ്റ്റ് ചെയ്തു. ഈജിപ്ത് ഗോളി കൈ തട്ടിയിട്ടാണ് പോയത്. പക്ഷേ എമിലിയാനോ ഇന്നലെ ആ ഗോളൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോലും ഇന്നല്ലോ. പന്ത് വരുന്ന അത് അത്ര പവർ ഹെഡറൊന്നും അല്ല, ഇങ്ങനെ ഇങ്ങനെ കേള ഇതങ്ങോട്ട് ഇറങ്ങിയതാണ് എന്ന് പുള്ളി ഇങ്ങനെ ജസ്റ്റ് നോക്കിയിരിക്കുകയാണ്. അപ്പം എമിലിയാനോ, നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ട എമിലിയാനോ എവിടെയോ മിസ്സായിപ്പോയിട്ടുണ്ട്. ആകെ കൂടെ നമുക്ക് ഓർക്കാനുള്ളത് കാപ്പ് വെർഡെക്കെതിരെയുള്ള ആ ഫ്രീ കിക്ക്, ആ ഒരു ഫിംഗർ ടിപ്പ് മാത്രമാണ്. വേറെ എവിടെയോ എമിലിയാനോക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ അയാളുടെ പ്രകടനം അങ്ങേയറ്റം ദുർബലമാകുന്നത്
സ്കലോണിയെ കാര്യമായി അലോസരപ്പെടുത്തുന്നുണ്ടാവണം. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ള അറിയില്ല. അയാൾ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും ഇതിപ്പോൾ പ്രീ ക്വാർട്ടർ കഴിഞ്ഞില്ലേ, അങ്ങനെ പരീക്ഷിക്കപ്പെടാത്തതുകൊണ്ട് പെർഫോമൻസ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെ അർജന്റീനയുടെ നമുക്കൊരു ഫിക്സ്ചർ ഭാഗ്യം സത്യത്തിൽ അർജന്റീനക്ക് കിട്ടി. അതിപ്പോൾ ഡെലിബറേറ്റ് ഒന്നല്ല, കൃത്യമായിട്ട് എന്താ പറയുക റൂൾ പ്രകാരം വരുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് മത്സരം പുറകെ വരുന്നതാണ് കേബേടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ സിമ്പിളാന്ന് പറഞ്ഞു, പക്ഷേ അത് ഭയങ്കര ടൈറ്റ് മത്സരമായി. ഇത് ഏറ്റവും ഈസിയാന്ന് ഞാൻ ഏറ്റവും ഈസിയെന്ന് പ്രതീക്ഷിച്ച മത്സരമായിരുന്നു ഈജിപ്ത്. അത് അതിനേക്കാൾ ടഫായി മാറുന്നു. അടുത്തത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കൊളംബിയ ആയിരുന്നു, അതും മാറിയിരിക്കുന്നു. സ്വിറ്റ്സർലാൻഡ് വരുന്നത്. എങ്ങനെ പോയി ഒരു യാത്ര, എത്ര പോകും അല്ലെങ്കിൽ എങ്ങനെ പോകും? സ്വിറ്റ്സർലൻഡായിട്ടുള്ള കളിയുടെ അവസാനത്തെ ഒരു 20 മിനിറ്റാണ് ഞാനിന്ന് കണ്ടത്. ഞാൻ ഫസ്റ്റ് ഹാഫാണ്. ആണോ? ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായി? ഫസ്റ്റ് ഹാഫ് കൊളംബിയാണ് കൂടുതൽ മൂവിങ്സ് വരാണ്, പക്ഷേ ഇവരുടെ ഡിഫൻസ് പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഭയങ്കര ഡിഫൻസാണ്, ഭയങ്കര ഡിഫെൻസീവ് സ്ട്രാറ്റജിയാണ്. ഗോളടിക്കാനൊന്നും അവർ അങ്ങനെ ശ്രമിക്കുന്നതേ ഞാൻ കണ്ടിട്ടില്ല സ്വിറ്റ്സർലൻഡ്. ഇങ്ങനെ ഡിഫൻസിൽ നിന്നിട്ട് വല്ലപ്പോഴും മാത്രമുള്ള കൗണ്ടർ അറ്റാക്ക്. അപ്പം കുറെ കൂടി അത്രയും ഡിഫെൻസീവ് സ്റ്റൈലിൽ കളിക്കുന്ന ഒരു ടീമിനെതിരെ അർജൻറ്റീനക്ക് പക്ഷേ സ്വിറ്റ്സർലൻഡിനോട് കളിച്ചും ജയിച്ചും ഒക്കെ ശീലമുണ്ട്. 2014 പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡായിരുന്നു. അന്ന് ഡിമരിയയുടെ ഒരു സിംഗിൾ ഗോൾ, ഡിമരിയാണോ ഹിഗ്വൈനാണോ എന്ന് എനിക്കറിയില്ല, ഒറ്റ സിംഗിൾ ഗോളിലാണ് ജയിച്ചു കയറിയത്. അതുകൊണ്ട് ഈ സ്വിറ്റ്സർലൻഡ് അത്ര വലിയൊരു എതിരാളിയായിരിക്കും, എനിക്കൊന്നും കൊളംബിയേക്കാൾ വലിയ എതിരാളികളായിരിക്കില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സ്വിറ്റ്സർലൻഡ് ജയിച്ചു, ശരിയാണ്. ഓരോ ദിവസം ഓരോ കൊളംബിയ ശരിക്കും അർജന്റീനയുടെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ടീമാണ്. ലാസ്റ്റ് സമനിലയാണ്, അതിനു മുമ്പ് തോൽപ്പിച്ചു. അതിനു മുമ്പ് മറ്റേ കോപ്പ ഫൈനല് നേരോ അടിച്ചില്ല. ഭയങ്കര പരുക്കൻ റഫ് കളിക്ക് ഭയങ്കര ഫിസിക്കൽ ഗെയിമിന് അവർ നിൽക്കും. അവിടെ ചിലപ്പോൾ അടി പൊട്ടാൻ സാധ്യതയുള്ള കളി, അവിടെ ചിലപ്പോൾ ഇമോഷണലി ഭയങ്കര വീക്കാവും അർജന്റീന. സ്വിറ്റ്സർലൻഡ് പക്ഷെ അങ്ങനെ ഒരു യൂറോപ്യൻ ടീംസ് ഒന്നും അങ്ങനെ ഒരു മോശം പരുക്കൻ ഫിസിക്കൽ ഗെയിമിന് നിൽക്കില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറെ കൂടി ഈജിപ്തിനേക്കാൾ ഈസി ആയിരിക്കും അർജന്റീനക്ക് എന്ന്. പിന്നെ ഇംഗ്ലണ്ട് സെമിയിൽ വന്ന അതൊരു മാച്ചായിരിക്കും. ഇംഗ്ലണ്ട് സെമിയിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് വരുമോ നോർവേ വരുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇംഗ്ലണ്ട് വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇംഗ്ലണ്ട് വരട്ടെ, ഒരു ഗംഭീര മാച്ച് നമുക്ക് കാണാൻ കഴിയും. പ്ലേ ആയിരിക്കും, ഒരു 90 മിനിറ്റ് നല്ല കളിയായിരിക്കും. കാരണം രണ്ട് ടീമും ഒരു റഫ് സൈഡിലേക്ക് പോകാൻ സാധ്യതയില്ല, നല്ല കളി കാണാം എന്നുള്ളത്. ഞാനിപ്പോൾ കാത്തിരിക്കുന്ന 2 മാച്ചുകൾ, ഒന്ന് അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്, പിന്നെ ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ. ഞാൻ ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ വരികയാണെങ്കിൽ മൊറോക്കോ കിടക്കണം, അതും ഒരു 1.5. ഞാൻ ഈ ക്വാർട്ടറിൽ കാത്തിരിക്കുന്ന ഗംഭീര പോരാട്ടം അത്. നൂർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ മെസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ മസായിക്കാം. സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ അർജന്റീനയുടെ എന്താണ് സംതിങ് റെഡി ആക്കി? നമ്മൾ ഇതെന്താ വെച്ചാൽ ഈസി വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കേബോവറുടെ ഈ അതുപോലെ തന്നെ ഈജിപ്ത് പറഞ്ഞെന്നുണ്ടെങ്കിലും ഇവരാണ് ഏറ്റവും ടഫ് കോമ്പറ്റീഷൻ. അല്ലെങ്കിൽ ടൂർണമെന്റ് തന്നെ 2 ബെസ്റ്റ് മാച്ച് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാ നമുക്ക് പറയാനുള്ളത്? അത് കേബോവറുടെ വേഴ്സസ് ഈജിപ്താണ്. അല്ല, കേബോവറുടെയും അതുപോലെ തന്നെ ഈജിപ്തുമാണ്. അപ്പോൾ ഒരിക്കലും മെസ്സിക്കൊരു ഈസി വാക്ക് കൊടുത്തു അല്ലെങ്കിൽ അർജന്റീനക്കൊരു ഈസി വാക്ക് കൊടുത്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്തായാലും ഇതുവരെ അർജന്റീന എത്തിയിട്ടുള്ളത് അതൊരു അവർ പോരാടി നേടിയൊരു സംഭവം തന്നെയാണ്. കോൺട്രവേഴ്സീസ് ഒരു സൈഡിലുണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു കോൺട്രവേഴ്സീസ് ഒരു സൈഡിലുണ്ട്. പക്ഷെ എന്നാൽ പോലും ഫീൽഡിൽ അവർ കളിച്ച കളി, അതിനെ വെല്ലാൻ തക്ക ഒരു ആർഗ്യുമെൻറ്റും നമുക്ക് തിരിച്ച് ഇല്ല എന്നുള്ളതാണ്. ആ 11 പ്ലെയേഴ്സും, അതായത് ഈ സ്കലോണിയുടെ ഈ വികാര നിമിഷങ്ങളൊന്നും നമ്മൾ ആക്ച്വലി കണ്ടിട്ടില്ല. പക്ഷെ അത് ഇന്നലെ കണ്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെത്രത്തോളം അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോഴും പക്ഷെ ഒരു വേൾഡ് ചാമ്പ്യന്മാരുടെ ഒരു പ്രകടനം അർജന്റീന പുറത്തെടുത്തിട്ടില്ല. പക്ഷെ ഇന്നലെ 80 മിനിറ്റിന് ശേഷം ടൂർണമെന്റ് ജയിക്കാന്നുള്ളത് ഞാൻ മറ്റേ ടി വി ലൈവ് പറഞ്ഞു. ഒരു ലീഗ് മത്സരമാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗ് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടീം ജയിക്കൂല, ഡിഫൻസീവ് വൾനറബിലിറ്റി ടീം ജയിക്കൂല. പക്ഷെ ഒരു ടൂർണമെന്റ് ജയിക്കാന്നുള്ളത് ഈ ഇതുപോലുള്ള മൊമെന്റ്, കംബാക്കുകള്, 2002-ലായാലും 2006-ലായാലും ഒക്കെ ഗംഭീര ടീമുണ്ട്. 2010 മറഡോണ ആയിരുന്നു പരിശീലകൻ, മെസ്സി ഉണ്ടായിരുന്നു, ടവസ് ഉണ്ടായിരുന്നു. പക്ഷെ മെന്റാലിറ്റി ഉണ്ടായിരുന്നില്ല. മെന്റാലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് സ്കലോണി ചെയ്തത്. 2006 ഇതിനെക്കാളും നല്ല ടീം, ഓരോ പൊസിഷനിലും ടീമല്ല. റിക്വൽമിയുടെ ടീം, വൻ ടീമായിരുന്നു. അപ്പോൾ ലാനൽ സ്കലോണി ചെയ്തു കൊടുത്തത് വലിയ കോൺട്രിബ്യൂഷൻ ആളുടെ ഭാഗത്തുനിന്ന് വേണ്ട. അയാൾ ഒരു മെന്റാലിറ്റി ഉള്ള ടീമിനെ സെറ്റ് ചെയ്ത് മെസ്സിക്ക് ഇങ്ങനെ കൊണ്ടുവച്ചു കൊടുത്തു.
അത് മാത്രം ചെയ്താൽ മതി പുള്ളി, ബാക്കി അവന്മാർ പിള്ളേർ ചെയ്തു. അതായത് പല മാനേജേഴ്സും ഇപ്പോൾ മാനേജ്മെന്റ് ഇങ്ങനത്തെ കാര്യത്തിൽ ഫ്രാക്ചർ ഡ്രസ്സിംഗ് റൂമിലൊക്കെ വീക്കായിട്ട് നിൽക്കുമ്പോൾ ലയണൽ സ്കെലനി പോലത്തെ ഒരു കോച്ചിന്റെ ബിഗ് എക്സാമ്പിൾ ഇത് തന്നെയാണ്. എങ്ങനെയാണ് ടീം കോർഡിനേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് മാനേജ്മെന്റ് ചെയ്തിട്ട്, അതും മെസ്സിയെ പോലത്തെ ഒരു ബിഗ് സ്റ്റാർ ഫീൽഡിൽ ഉണ്ടാവുമ്പോൾ അതിനോടനുസരിച്ച് ബാക്കി പ്ലെയേഴ്സിനെ എങ്ങനെ അതിലോട്ട് ആ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ട് കൊണ്ടുവരാന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ലയണൽ സ്കെലോണി. ഇന്നലെ ആ പിന്നെ മെസ്സിയെ പിന്നെ ബോളിലേക്ക് എടുത്തിട്ടുള്ള ആ ഒരു സെലിബ്രേഷൻ കണ്ടില്ലേ? അത് നമുക്ക് വല്ലാത്തൊരു വൈകാരിക ഫീലിംഗ് ആണല്ലോ അത്. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ഉണ്ട്. 2010 ശേഷം ആദ്യമായിട്ടാണ് അർജൻറ്റീന ഒരു ഗോളിന് ഹാഫ് ടൈമിന് മുമ്പ് പിന്നിൽ പോകുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ഇഞ്ചോടിഞ്ച് മത്സരങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കംബാക്ക് ആയിരുന്നില്ല. എല്ലാ അർജൻറ്റീന ആദ്യം ഗോൾ അടിച്ചതിന് ശേഷം, അപ്പോൾ ഫ്രാൻസ് 2 അടിച്ചതിന് ശേഷം തിരിച്ചു വന്നത്, നെതർലൻഡ്സ് അങ്ങനെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ച് അവരുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ കംബാക്കാണ്. അർജൻറ്റീന മുമ്പ് വേൾഡ് കപ്പിൽ 2 ഗോൾ കൺസീഡ് ചെയ്ത 13 മത്സരങ്ങളും തോറ്റിട്ടുണ്ട്. അപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായിട്ടുള്ള കംബാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അർജൻറ്റീനയുടെ അടുത്ത മത്സരത്തിന് ശരിക്കും